നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കോഴിക്കോട്ട് ശനിയാണ്, ലാസർ സാറ്റർഡേ എന്നും ഈ ദിവസത്തെ വിശേഷിപ്പിക്കുന്നു. അതിന് കാരണം പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ഉയർപ്പിച്ച ലാസറിന്റെ നാടായ ബെഥാനിയിലേക്ക് പോകുന്നു. അവർ ഈശോയ്ക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നു. ലാസറിനോടും ലാസറിന്റെ സഹോദരിമാരായ മർത്തിയോടും മറിയത്തോടൊപ്പം യേശു അത്താഴം കഴിക്കുന്നു. ആ ഒരു ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കോഴിക്കോട്ട് ശനിയായിട്ട് ആചരിക്കുന്നത്. നമുക്കും ആ ഒരു ദിവസത്തെ അനുസ്മരിച്ച് ഇന്ന് കോഴിക്കോട്ടെ ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ശർക്കര ഉരുക്കിയിട്ട് പീര ഒന്ന് വിളയിച്ചു വെക്കാം. ഇതിൽ കുറച്ച് പാടായിട്ടുള്ളത് ഇതാണ്, കുറച്ച് സമയം എടുക്കുന്നത്, പാടല്ല കുറച്ച് സമയം എടുക്കുന്നത്. അപ്പം നമ്മളിത് പെട്ടെന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശർക്കര ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് കട്ടയിട്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇതുപോലുള്ളൊരു കല്ലെണ്ണ ഇങ്ങനെ ഇടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഒന്ന് പൊടിച്ചിട്ടിടുവാണെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചെടുക്കാവുന്നത്. പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടില് കോഴിക്കോട്ടെ ശനിയാഴ്ച ആകുമ്പോൾ രാവിലെ തന്നെ ആന്റിയുടെ വീട്ടിലേക്ക് പോകും. പരന്നമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെയാണ് ഞങ്ങൾ കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നത്. അവിടെ നമ്മൾ ഒരു ഉച്ചയ്ക്കാകുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിയും. എല്ലാവരും കൂടി ഇങ്ങനെ ഉണ്ടയൊക്കെ പിടിച്ച് നല്ലൊരു അടിപൊളി വരുമ്പോൾ എന്നിട്ട് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പോകും. അതാണ് അതിലടിപൊളി. നമ്മുടെ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ചെന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് അവരും തന്നിടും കോഴിക്കോട്ട. പിന്നെ അവിടെ പോയി നിന്ന് കോഴിക്കോട്ടേക്ക് കഴിച്ച് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കോഴിക്കോട്ടെ ശനിയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴിക്കോട്ടെ ശനിയാഴ്ച നമ്മൾ ഈ സാധനം ഉണ്ടാക്കും. നമ്മൾ എപ്പോഴും ഇത് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഒരാളുണ്ട്, അവന് കോഴിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും കോഴിക്കോട്ടെ ശനിയാണ്. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ കോഴിക്കോട്ടെ ശനിയാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ശർക്കര നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്കില്ലേ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവർ, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തത് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി പൊടിച്ചെടുത്തപ്പോഴത്തേക്കുള്ള ആ ഒരു സ്മെല്ല് എന്തൊരു സ്മെല്ലാണെന്ന് അറിയോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം തിളച്ച് തന്നെ ശർക്കരയിലേക്ക് നമുക്ക് പീരിട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ നമുക്കിത് വരട്ടിയെടുക്കണേ. ആ നെയ്യിൽ കിടന്നത് നല്ലോണം വരണ്ട് നമ്മൾ ശർക്കരയൊക്കെ നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എത്രയാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അത്രയും തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച വെള്ളം വേണം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടിയെടുക്കാം. നമുക്കിനി ഇതിൽ ഓരോന്നും എടുത്തിട്ട് നമുക്ക് നല്ലോണം കയ്യിലിട്ട് നല്ലോണം ഇങ്ങനെ ഉരുട്ടിയിട്ട് ചെറിയ ഉണ്ടകളാക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഫില്ലിങ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് നല്ലൊരു ഷേപ്പ് കിട്ടും. നമ്മുടെ വീട്ടിൽ കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ അത്ര ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടകളാക്കി വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് നിറക്കാം. അപ്പം നമ്മുടെ കോഴിക്കോട്ടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിങ് നിറക്കണം. അപ്പം നമ്മൾ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നല്ലപോലെ ഉണ്ട പിടിച്ചെടുക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ആവി കയറ്റിയെടുക്കണം. ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുക, അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റ് മതിയാവും. 20 മിനിറ്റ് കൊണ്ട് തന്നെ കോഴിക്കോട്ടെ റെഡി ആയിട്ടുണ്ടാകും. നല്ല സ്മെല്ലുണ്ട്. ആ ശർക്കരയുടെയും നെയ്യിൻ്റെയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോഴിക്കോട്ടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള കോഴിക്കോട്ടെ ശനിയാഴ്ച ആശംസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.